ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒറിജിനൽ ലുക്കോട് കൂടിയിട്ട് നമുക്ക് സക്കുലൻറ്റ് പ്ലാന്റ്സ് എങ്ങനെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു DIY ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. ഈ സക്കുലൻറ്റ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂഗൺ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്ലൂഗൺ എന്ന് പറയുന്നത് ഒട്ടുമിക്ക വീടുകളിലും, ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക വീടുകളിലും ഈ ഗ്ലൂഗൺ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാലറിയാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സൂക്ഷ്മതയോടെ ഒന്ന് ചെയ്താൽ മതിയെന്ന് മാത്രം. കൈയൊന്നും പൊള്ളിക്കാതെ ഇതുപോലെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള സർഫസിൽ ചെയ്യാവും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കതിങ്ങനെ ഈസി ആയിട്ട് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് ഗ്ലൂഗൺ നമ്മൾ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ഹോട്ട് കണ്ടീഷനിൽ നിന്ന് കോൾഡ് ആകുമ്പോൾ മാത്രമേ നമുക്കത് വിടിയിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഗ്ലൂഗൺ സ്റ്റിക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. കണ്ടോ, ഇപ്പോൾ ഇത് ഒരു മെറ്റാലിക് സർഫസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് അത് അതിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ സക്കുലൻറ്റ് പ്ലാന്റ്സിന് വളരെയധികം കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ വർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രസത്തിൽ, നല്ലൊരു ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഗ്രീനറിക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓരോ ടൈപ്പ് സക്കുലൻറ്റ് പ്ലാന്റ്സ് എങ്ങനെയാണ് ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ എല്ലാതും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സക്കുലൻറ്റ് പ്ലാന്റ്സിൻ്റെ ആ ഒരു ഗ്രീൻ പല ഷെയ്ഡ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഷെയ്ഡ്സൊക്കെ നമുക്കിതിന് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്പ്രേ പെയിൻറ്റ്, ഗ്രീൻ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പണി കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സക്കുലൻറ്റ് പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ചില പ്ലാന്റ്സിൻ്റെ അറ്റത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു പിന്നെ മെറൂൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നമ്മളൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഒരുവിധം എല്ലാ പ്ലാൻസും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്ത് നമുക്ക് പലതരത്തിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ബോട്ടിലിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു കപ്പിൽ വെക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വെക്കുന്നേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റാണ് കേട്ടോ, തെർമോക്കോളിൻ്റെ. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതെടുത്തിരിക്കുന്നത്. ഇനി അത് ആ ബാക്ക് സൈഡ് ഒന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ബാക്ക് സൈഡ് ആ സെൻറ്റർ പോർഷൻ ഞാനിതുപോലെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ സ്റ്റിക്കറാണ്. അപ്പോൾ ആ 2 സൈഡിൽ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് തെർമോക്കോളിലാക്കാൻ പറ്റില്ല, കാരണം അവിടെ ഹോൾ വീഴും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടോ, ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട്. ഇനി അത് അതിൻ്റെ മേലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അഥവാ ഇപ്പോൾ ഈ ഡബിൾ സ്റ്റിക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ഫെവിക്കോളായാലും മതി കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റിക്കും കൂടി വയ്ക്കാൻ പോവാണ്. ബാമ്പു സ്റ്റിക്ക് വെച്ച് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഉള്ളിൽ നമുക്ക് വെക്കണമെങ്കിൽ വെക്കാം, വെക്കേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോൺസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിലൊരു തെർമോക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെയാണ് ഞാനിതൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ ആദ്യം നമ്മളെല്ലാതും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. നമുക്ക് ഒരു ഐഡിയ വേണമല്ലോ എങ്ങനെയായിരിക്കണം അറേഞ്ച്മെൻ്റ് എന്ന്. അപ്പോൾ ഇനി അതൊക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഏതൊക്കെ സക്കുലന്റ് പ്ലാന്റ്സ് എന്തൊക്കെ പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ അടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടുണ്ടാക്കിയതാണിത്. അതിന് ഇപ്പോൾ യെല്ലോ പെയിൻ്റ് അടിച്ചു. അതിൻ്റെ അറ്റഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. പിന്നെ ലൈറ്റ് ഗ്രീൻ കളറ്, പിന്നെ വേറൊരു മെറൂൺ ഷെയ്ഡോട് കൂടിയിട്ടൊരു സക്കുലന്റ് പ്ലാന്റ്. അങ്ങനെ പലതരത്തിൽ നമ്മളൊരു ഇത്തിരി കളർഫുള്ളാക്കിയിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. എല്ലാം ഒരേ കളർ ആവരുത് കേട്ടോ, അപ്പോഴാണ് ആ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ലാസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ എല്ലാതും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഞാനിവിടെ ലൈറ്റും കൂടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് എന്നുള്ളത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വെച്ചെന്നുള്ളൂ. ലൈറ്റ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാതും ലൈറ്റ് വെയ്റ്റ് സാധനങ്ങളാണ്, മണ്ണ് യൂസ് ചെയ്തിട്ടില്ല, സ്റ്റോൺ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഇതുപോലെ വോളിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.